അമേരിക്കയായിട്ടുള്ള പ്രതിരോധ കരാർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് ഇന്ത്യ. അത് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിച്ച കാര്യമാണ് റദ്ദാക്കുക എന്നുള്ളത്. നിൻ്റെ ഹെലികോപ്റ്ററും വേണ്ട, നിൻ്റെ വിമാനവും വേണ്ട, എടുത്തുകൊണ്ട് പോകുന്നു. ഹെലികോപ്റ്റർ 3 വാങ്ങിക്കാൻ വേണ്ടി ഇരുന്ന് മറ്റേ ഇത്ര കോടി രൂപയുടെ ആയിരുന്നു. പിന്നെ ഈ പറയുന്ന F-35 അത് വേണ്ട, നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തയച്ച്. അപ്പം ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്ത് അയച്ചതിന് പലരും പറയുന്ന കാരണം ഈ താരിഫിൻ്റെതാണെന്ന് പറയുന്നുണ്ട്. താരിഫ് യുദ്ധം, വ്യാപാര യുദ്ധം നടക്കുന്നുണ്ടല്ലോ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ, അതിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അതല്ല, നിലവാരം ഇല്ലാത്തതാണെന്നും പറയുന്നുണ്ട്. ഇതിൽ F-35 ഒക്കെ വരുന്നതുകൊണ്ടാണ്. F-35 നമ്മുടെ തിരുവനന്തപുരത്ത് കിടന്ന സാധനമാണ്. ഈ പഴയ ഒരു മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ പറയുന്നുണ്ട്, വെസ്റ്റ് മടുത്തറോ ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ വരുമല്ലോ ഇവിടെ. ഇനി എനിക്ക് പച്ചപ്പും അതാണ്, അതുപോലെ ഇവിടെ കിടന്നതാണ്. ഇനി അവസാനം മോഹൻലാൽ പോകുന്ന പോലെ പ്ലെയിൻ പോവുകയും ചെയ്തു തിരിച്ച്. അപ്പോൾ അതുപോലെ ആ പ്ലെയിനാണ് തരാമെന്ന് പറഞ്ഞാൽ ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ഏത് സാഹചര്യമാണ്, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ ഇത് വേണ്ടെന്ന് പറയാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? അതിൽ പറയുമ്പോൾ ഇപ്പോൾ F-35 കാര്യം പറഞ്ഞല്ലോ, ഈ സാധനം ഇവിടെ കൊണ്ടുവന്നപ്പോൾ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തരാമെന്ന് ട്രംപ് പറയാണ്, ഇന്ന് എടുക്കാശാനെ എന്ന് പറഞ്ഞു. ട്രംപ് മോദി പറഞ്ഞു വേണ്ട, ആ പരിപ്പ് പിടിയിട്ട് കലത്തിൽ വേവിക്കണ്ട. അതായത് അങ്ങനെ അങ്ങ് തരാം എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചതിയില്ലേ എന്ന് കരുതാനുള്ളൊരു ബോധം അത് നമ്മുടെ കാരണവർക്കുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ അങ്ങ് തരാമെന്ന് പറഞ്ഞു, അതായത് അവര് നിർബന്ധം പിടിക്കുന്ന പോലെയാണ് അമേരിക്ക. F-35 തരാം, മറ്റൊന്നും വാങ്ങണ്ട, സ്റ്റെൽത്ത് വിമാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോഴാണ് നമ്മളതൊന്ന് ചവിട്ടി പിടിച്ചത്. എയർ ഷോയിൽ ഇത് വന്നപ്പോഴും വേറൊരു വിമാനം കൂടിയാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നു. നമ്മൾ പറഞ്ഞത് F-35 വേണ്ട എന്ന് തന്നെയാണ്. എയർ ഷോയിൽ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. നമ്മൾ അമേരിക്കയുടെ വിമാനം വേണ്ട എന്ന് തന്നെയാണ് അവിടെ നിന്നേ നമ്മൾ റിജക്റ്റ് ചെയ്ത് പോകുന്നതാണ്. പിന്നീടാണ് ഈ ആശാൻ വന്നിട്ട് പറയുന്നത് മോദി ദോസ്തല്ലേ വാങ്ങൂ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇത് എപ്പോഴാണ്, ഇതിന്റെ ഇടയ്ക്കാണോ പറയുന്നത്? ഇതിന് മുമ്പേ തന്നെ വ്യാപാര യുദ്ധം വരുന്നതിന് മുമ്പ് തന്നെ എയർ ഷോ നടന്നിട്ടുണ്ട്. ആ സമയത്തെ നമ്മൾ പറഞ്ഞു വേണ്ട ചായ, അത് മുന്നേ തന്നെ. അപ്പൊ അപ്പോഴേ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞു. കാരണം അതെന്തോ അതുമായി ബന്ധപ്പെട്ടവർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയുമായിരിക്കും. അപ്പൊ അവരത് വേണ്ട എന്ന് പറഞ്ഞു. അത് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷവും നമ്മളോട് നിർബന്ധം തുടരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചവിട്ടി പിടിച്ചു. പിന്നീടാണ് ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിയുന്ന ആ ഒരു സമയത്ത് ഇത് വന്ന് ഇവിടെ പെടുന്നതും ഒരു 40 ദിവസത്തോളം ഇവിടെ നിൽക്കുന്നതും ഒക്കെ. അപ്പോൾ അതിനും വലിയ സിദ്ധാന്തങ്ങളുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി തരാനാണ്. അത് ഇത്രയൊക്കെ ഉള്ളൂ സാധനം, ചപ്പട്ട സാധനമാണ്, മനസ്സിലാക്കി തരാൻ ആറ്റോ നേഷൻസ് കാണിച്ച ബുദ്ധിയാണ് എന്നും പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ആ സാധനത്തിന് F-35 എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രോഡക്റ്റിന് ഇത്രയൊക്കെ ഒരു പ്രവർത്തനക്ഷമതയുള്ളൂ. ഒരു തല്ലിക്കൊട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് താരിഫ് യുദ്ധം വരുന്നത്. താരിഫ് യുദ്ധം വന്നപ്പോൾ നമ്മൾ ഏതാണ്ട് 31,500 കോടിയുടെ കരാറാണ്, ഡിഫൻസ് കരാറാണ് നമ്മൾ ചവിട്ടി പിടിച്ചത്. അതായത് അതുവരെയും നമ്മൾ മെല്ലെ പോയി, ഇവർ ഒരു നടക്കി പോകുമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് കരുതിയത്. പക്ഷേ ട്രംപ് തീരുമാനം കടുപ്പിച്ചപ്പോൾ നമ്മളും ആ രീതിയിൽ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനം നമ്മളും കടുപ്പിച്ചു. അപ്പോൾ ഇത്രയും കോടിയുടെ നഷ്ടം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ F-35 കാര്യം പറഞ്ഞ പോലെ അത്ര നല്ല സമയമല്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. കാരണം US നാവികസേനയുടെ വളരെ നൂതനമായിട്ടുള്ള, നമ്മൾ പറയില്ല അത്യാധുനികമായിട്ടുള്ള സുംവാൾട്ട് ക്ലാസ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളുണ്ട് അവരുടെ. ആ ഡിസ്ട്രോയറുകൾ വെറുതെ ആണ്, അതായത് അതിന് പ്രവർത്തനക്ഷമതയൊന്നുമില്ല, അത് പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നുണ്ട്. അത് എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അമേരിക്ക പോലൊരു രാജ്യം ഉണ്ടാക്കിയ സ്റ്റെൽത്ത് പ്രോഡക്റ്റാണത്. ആ പ്രോഡക്റ്റ് പെട്ടെന്ന് നാശം സംഭവിക്കുക എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ വിശ്വാസ്യതയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് ചിലരൊക്കെ നമ്മുടെ ഇതിന് താഴെ വന്നിട്ട് പറയും അമേരിക്കയോടെ കളി, അമേരിക്ക അത്ര ചെറിയ രാജ്യമൊന്നുമല്ല. അമേരിക്ക ചെറിയ രാജ്യമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ചില കുറവുകൾ ഉണ്ടാകാം, എല്ലാം തികഞ്ഞവരായിട്ട് ഉണ്ടാവില്ല. ഇപ്പം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പാളിച്ചകൾ ഉണ്ടാകാം.
ആ പാളിച്ചകളും നമ്മൾ പറയും. ആ പാളിച്ചകളും കൂടി പറഞ്ഞുകൊണ്ടേ നമുക്കൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇവരിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനക്ഷമത പരീക്ഷിക്കാനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, പൊളി സാധനം എന്നൊക്കെ നമ്മൾ പറയും. അതായത് പൊളി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയത്, ഞാൻ പറഞ്ഞ അടിപൊളി സാധനം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇവർ ഉണ്ടാക്കിയത്. ഈ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ് നശിച്ചു പോയി എന്നുള്ള ഫോട്ടോഗ്രാഫ്സ് സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പലുകളൊക്കെയും സാങ്കേതിക തടസ്സങ്ങളും പല കാര്യങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാതെ അതങ്ങനെ തുരുമ്പെടുത്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇപ്പം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെല്ലാം കംബോഡിയയുടെ കൂടെയാണ് അല്ലേ അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അതായത് ട്രംപ് നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ മറുപടി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പറഞ്ഞ അവൻ്റെ അടുത്ത് ചങ്ങായിൻ്റെ അടുത്ത് പോകാൻ പറ, അയാൾ മഹാ ചതിയനാണ് എന്നുള്ള രീതിയിലാണ് അവിടെ ജനങ്ങൾ പറയുന്നത്. അപ്പം ഇവർ ഈ ഏറ്റെടുത്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഇപ്പോൾ അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അമേരിക്കയ്ക്ക്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നത് ജപ്പാനിലെ ഫ്ലീറ്റ് ആക്ടിവിറ്റീസ് കമാൻഡറായിട്ടുള്ള യോക്കോസുകയിലേക്കുള്ള ഒരു കമാൻഡർ യോക്കോസുകയിലേക്കുള്ള ഒരു തുറമുഖ സന്ദർശനത്തിനിടെ പകർത്തിയതാണ് ഈ പറയുന്ന ഡിസ്ട്രോയറുകളുടെ എന്താ പറയുക അപാകതകൾ, അല്ലെങ്കിൽ അത് തുരുമ്പെടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനെവിടെയൊക്കെ കോട്ടങ്ങളുണ്ടോ എന്നുള്ളത് അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് പുറത്ത് വിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഹൈടെക് കമ്പോസിറ്റ് എക്സ്റ്റീരിയൽ കാര്യമായിട്ടുള്ള തേയ്മാന ലക്ഷണങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. കപ്പലിൻ്റെ മിനുസമാർന്നത് സ്റ്റെൽത്ത് ഓറിയൻറ്റഡ് രൂപകൽപ്പനയ്ക്കെതിരെ, അങ്ങനെ പറയുന്ന രീതിക്കെതിരെ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യമേ ആ കപ്പലിനില്ല എന്ന് പറയുന്ന തരത്തിലാണ് ഇതിൻ്റെ നാശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തുരുമ്പെടുത്ത് തുടങ്ങുന്നതിൻ്റെ വരകളുണ്ട്. മാത്രമല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന തരത്തിൽ മോൾത്തട്ടിൽ തന്നെ, ഉപരിതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കേടുപാടുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കപ്പലിൻ്റെ പുറംഭാഗത്ത് അവസ്ഥയിലുണ്ട കുത്തനെയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും പലതരത്തിൽ അവിടുത്തെ ഓൺലൈൻ മീഡിയകളിലൊക്കെ എന്താ പറയുക ചിരി ഉളവാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളായിട്ട് മാറുകയും ചെയ്തു. അതായത് പരിഹസിക്കുന്നുണ്ട്, അമേരിക്കയുടെ ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളെ പരിഹസിക്കുന്നുണ്ട്. അപ്പം ജാപ്പനീസ് ഭാഷയിൽ ഈ തരത്തിൽ വളരെ പരിഹസിക്കുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ തുരുമ്പെടുത്തിരിക്കുന്ന കപ്പൽ എന്ന് പറയുന്നത് USS മൈക്കൽ മോൺസൂൺ എന്ന് പറയുന്ന ഡിസ്ട്രോയറാണ്. ഇത് ഇവരുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു അത്യാധുനിക നാവിക യുദ്ധ കപ്പലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന ഒരു അവസ്ഥ കൂടി ഇതിൽ കാണിക്കുകയാണ്. ഇത് US നാവികസേനയും പറയുന്നുണ്ട്. US നാവികസേന പറയുന്നത് ഉപ്പുവെള്ളവും അൾട്രാവയലറ്റ് രശ്മികളും മലിനീകരണ വസ്തുക്കളും ഒക്കെ കെട്ടഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടെതറിംഗ് സംവിധാനങ്ങളിൽ നിന്നുണ്ടാകുന്ന അവസ്ഥകളായിരിക്കാം ഇതിനുണ്ടാകുന്നത്. ഇത് മാത്രമല്ല, ഇത് കടലിൽ നിരന്തരമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണയായിട്ട് ഉണ്ടാകുന്നതായിരിക്കാം എന്നവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ന്യായീകരണം ഒരു തരത്തിലും വിലപ്പോകുന്നതല്ല. ഇതിനെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇറക്കുകയും ഒടുവിൽ അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ന്യായീകരണവാദവുമായി എത്തുകയുമാണ് ചെയ്യുന്നത്. ഇത് ഇവരുടെ സുംവാൾട്ട് ക്ലാസ് എന്ന് പറയുന്ന ശ്രേണിയിലുള്ള യുദ്ധക്കപ്പലാണ്. അപ്പോൾ സാധാരണ ആർലി ബർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകളേക്കാൾ 40% മടങ്ങാണ് ഇത് വലുതായിട്ടുള്ളത്. അപ്പോൾ ഒരു മത്സ്യബന്ധന ബോട്ടിന് സമാനമായിട്ടുള്ള കുറഞ്ഞ റഡാർ രീതിയിൽ കാണാൻ പറ്റുന്ന വലിയ തരത്തിലുള്ള ഒരു ക്ലാസ് ആയിട്ട് വിഭാവനം ചെയ്തതാണ് ഈ സുംവാൾട്ട് കപ്പലുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ടംബിൾ ഹോം ഹള്ള്, കോമ്പോസിറ്റ് ഡെക്ക് ഹൗസുകൾ, വൻതോതിലുള്ള വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംയോജിത പവർ സിസ്റ്റം എന്നിവയ്ക്കാണ് ഉൾപ്പെടുന്നത്. ഈ ക്ലാസ്സിൽ നിർമ്മിച്ചിട്ടുള്ള 3 കപ്പലുകൾ എന്ന് പറയുന്നത് USS സുംവാൾട്ട്, USS മൈക്കൽ മോൺസൂൺ, USS ലിൻഡൻ ബി ജോൺസൺ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഓരോന്നിനും $8 ബില്യൺ വിലയുണ്ടായിരുന്നു. ചിലതൊക്കെ വിമാനവാഹിനി കപ്പലുകളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഇതിനെല്ലാം ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവരുടെ നശിഞ്ഞ നാറായണക്കല്ല് പറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ഉപകരണങ്ങൾക്കൊക്കെയുള്ള ഒരു പ്രവർത്തനക്ഷമത, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത് നശിഞ്ഞ് നാറായണക്കല്ല് പറിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അത് അവരുടെ അഹങ്കാരം ശമിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അതായത് അമേരിക്കയുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത്ര വിശ്വാസ്യതയും അത്ര ഹുങ്കുമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ അവിടെയും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.